ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അത് എന്താണെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിതാ 1.5 കപ്പ് മട്ടേരിയാണ് എടുത്തിട്ടുള്ളത്. അതിതാ നമുക്ക് വെള്ളത്തിലേക്ക് കുതിർത്ത് വെക്കണം. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് നമ്മൾ കുതിർത്ത് വെക്കുന്നത്. നമ്മൾ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ നമ്മൾ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിവിടെ കുതിർത്ത് വെക്കുന്നുണ്ട്. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുതിർത്ത് വെക്കാം. മൂടി വെച്ച് കുതിർത്ത് വെക്കണം. ഇതിപ്പം രാവിലെ ആയിട്ടുണ്ട്. നമുക്കിത് അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം കൂടി കഴുകിയതിന് ശേഷമാണ് നമ്മളിത് ഉണക്കാനായിട്ട് ഇടുന്നത്. നമ്മളൊരു തുണിയിലേക്കിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തുണിയിൽ ചിക്കിയെടുത്താൽ മതി. ഇതാ അരിയെല്ലാം നല്ലതുപോലെ വെള്ളാറി വന്നിട്ടുണ്ട്. ഞാനൊരു ചെറിയ ജാറിലേക്കിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ മുഴുവനായിട്ടും പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൊടിക്ക് ആവശ്യമായ ഉപ്പ് ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിൽ നമ്മളത് കുഴച്ച് മിക്സാക്കി എടുക്കണം. ഇത് കുഴച്ചെടുക്കാൻ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇതുപോലെ എടുത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നന്നായി എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ അപ്പച്ചെമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കി എടുക്കുന്നത്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയിട്ട് അതിൻ്റെ മേലെ നമ്മൾ മാവിട്ട് കൊടുക്കണം. അങ്ങനെ ലെയറായിട്ട് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പുട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതിപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഒരു പ്രാവശ്യം ഇതൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പുട്ടെല്ലാം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. അപ്പോൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒരു തവണ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.